ഹലോ നമസ്കാരം, സിവിൽസ് മലയാളിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് കാൽക്കോലിത്തിക് പീരീഡ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മുടെ സ്റ്റോൺ ഏജിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഇനി സ്റ്റോൺ ഏജിൽ തന്നെ വേറൊരു ഗ്രൂപ്പും കൂടിയുണ്ട്. അത് മെഗാലിത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. നമുക്ക് സംഘം പീരീഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സെഷനായിട്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷൻസിലായിട്ട് നമ്മളുടെ പാലോലിത്തിക്ക് മുതൽ നിയോലിത്തിക്ക് വരെയുള്ള പീരീഡിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഈ നിയോലിത്തിക് കാലഘട്ടത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു കൾച്ചറൽ ഫേസ് ആണ് കാൽക്കോലിത്തിക് പീരീഡ്. നമുക്ക് ഈ കാൽക്കോലിത്തിക് എന്ന് പറയുന്ന ആ ഒരു വാക്ക് എവിടുന്ന് വന്നു നോക്കാം. കാൽക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ എന്നാണ് അർത്ഥം, അതായത് ചെമ്പ് എന്ന് പറയുന്ന മെറ്റലിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് അല്ലെങ്കിൽ സ്റ്റോൺ എന്നാണ് അർത്ഥം. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാൽക്കോസ് ആൻഡ് ലിത്തോസ്, അതായത് ഈ നിയോലിത്തിക് പീരീഡിൻ്റെ സബ് ഡിവിഷനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ ഈ കല്ലുകളോടൊപ്പം തന്നെ കോപ്പറും ഉപയോഗിച്ചിരുന്ന ഒരു കൾച്ചറാണ് കാൽക്കോലിത്തിക് എന്ന് പറയുന്ന പീരീഡ്. ഈ കാൽക്കോലിത്തിക് പീരീഡ് നമുക്ക് ഇന്ത്യയിൽ നോക്കുമ്പോൾ സ്റ്റോൺ കോപ്പർ ഏജ് എന്നൊക്കെ നമുക്ക് പറയാം. BC 2800 തൊട്ട് BC 700 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി ഇതേ അർത്ഥത്തിൽ തന്നെ ലാറ്റിൻ വാക്കിൽ നമുക്ക് ഇനോലിത്തിക് എന്നും ഈ ഒരു കാൽക്കോലിത്തിക് പീരീഡിനെ വിളിക്കാൻ വേണ്ടി കഴിയും. ഇവിടെ നമുക്ക് പേര് സൂചിപ്പിക്കുന്നത് പോലെ ആദ്യമായിട്ട് മനുഷ്യർ ഉപയോഗിക്കാൻ തുടങ്ങിയ മെറ്റലാണ് കാൽക്കോസ് അല്ലെങ്കിൽ കോപ്പർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കോപ്പർ ആദ്യമായിട്ട് മനുഷ്യർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്? ഇതിൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നിയോലിത്തിക് പീരീഡിൻ്റെ മനുഷ്യരുടെ ആ ഒരു എന്താ പറയുന്നത് സ്റ്റോൺ ടൂൾസിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർ തുടർച്ചയായിട്ട് കല്ലുകൾ കൊണ്ട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ അവർക്ക് കൃത്യമായിട്ട് ഏതൊക്കെ കല്ലുകളാണ് കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതൊക്കെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് യോജിക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇറച്ചി മുറിക്കാൻ വേണ്ട കല്ല് ഏതാണ്, അല്ലെങ്കിൽ മരം ചീകാൻ വേണ്ട കല്ല് ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ടൈപ്പ് കല്ലുകളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തടി ഏതാണ്, അല്ലെങ്കിൽ ഈ വീടുണ്ടാക്കാൻ പറ്റുന്ന തടി ഏതാ, ഇങ്ങനെയൊക്കെയുള്ള ഒരു നോളജ് നമുക്ക് ഇപ്പോൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് അവർക്കും ആ ഒരു നോളജ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കല്ലുകൾ ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ക്വാറികളിലേക്ക് പോവുകയും അവിടെ നിന്നും കല്ലുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ അത് ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ടാണ് ആദ്യമായിട്ട് ഇവർ മെറ്റൽ അവർ പരിചയപ്പെടുന്നത്. ഈ മെറ്റൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ നിയോലിത്തിക് ഫേസിൽ വലിയ രീതിയിൽ തീ ഉണ്ടാക്കാനോ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാനോ കൃത്യമായിട്ട് എയർ സർക്കുലേഷൻ നടത്താനോ ഒക്കെയുള്ള ഒരു ടെക്നോളജി ആ കാലത്തെ മനുഷ്യർക്കില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഉരുകാൻ ചാൻസ് ഉള്ള കോപ്പർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് മെറ്റലാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ രണ്ട് ഫീച്ചേഴ്സ് നമുക്കിവിടെ നോക്കാം: സോഫ്റ്റ് മെറ്റൽ ആൻഡ് നേറ്റീവ് മെറ്റൽ. നമുക്ക് ഈ നിയോലിത്തിക് മനുഷ്യർ വളരെയധികം പ്രിമിറ്റീവ് ആയതുകൊണ്ടും അവർക്ക് വലിയ ടെക്നോളജീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഈ രണ്ട് ഘടകങ്ങൾ ഇവരെ കോപ്പർ കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിൽ സഹായിച്ചു കാണാം. സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുവാണ്, നമ്മളുടെ ഇപ്പം ഗോൾഡ് പോലെ പെട്ടെന്ന് ഉരുകുന്ന അല്ലെങ്കിൽ ഉരുക്കിയിട്ട് വീണ്ടും ഒരു വെപ്പണാക്കി മാറ്റാൻ പറ്റുന്ന ഒരു മെറ്റലാണ്. രണ്ടാമതായിട്ട് നേറ്റീവ് മെറ്റലാണ്. നേറ്റീവ് മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഒന്നും അധികം വേണ്ടാത്ത, അധികം പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു മെറ്റലാണ്. അപ്പോൾ നമുക്കത് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഏതാണ്ട് ഒരു നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും നമുക്കത് കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രണ്ട് ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കോപ്പർ എന്ന് പറയുന്നത് മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന മെറ്റൽസ് ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സോ ഈ രണ്ട് പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ കാൽക്കോലിത്തിക്കിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കാൽക്കോലിത്തിക്കിനെ നിയോലിത്തിക്കിൻ്റെ ഒരു സബ് ഡിവിഷനായിട്ടാണ് നമ്മൾ കാണുക. സോ ഒരു പാർട്ട് ഓഫ് നിയോലിത്തിക് എന്ന് പറയാം. ഈ പാർട്ട് ഓഫ് നിയോലിത്തിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നിയോലിത്തിക് ഫേസിങ്ങിന് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ഏതാനും ചില കമ്മ്യൂണിറ്റീസ് കോപ്പർ കണ്ടെത്തുകയും കോപ്പർ ഏജ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ലോ ഗ്രേഡ് ബ്രോൺസും കോപ്പറും ആണ് ഇവർ കാര്യമായിട്ട് ഉപയോഗിച്ചത്. ഇതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും അവരുടെ ജീവിത രീതികളിലും മറ്റ് അഗ്രികൾച്ചർ എല്ലാ കാര്യങ്ങളിലും നിയോലിത്തിക് ഫേസിലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് പോട്ടറിയുടെ കാര്യത്തിൽ മാത്രമാണ് ഏതാനും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇനി നമുക്ക് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോൺസ് ഏജ് കൾച്ചറാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അപ്പോൾ മനുഷ്യർ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കോപ്പർ എന്ന് പറയുന്നതിന് അധികം കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപയോഗങ്ങളൊന്നും അവർക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്നതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് കട്ടി കൂടിയ മെറ്റലായിട്ട് മാറുക. അപ്പോൾ അവർക്ക് കട്ടി കൂടിയ അയൺ പോലെയുള്ള മെറ്റൽസ് ഉപയോഗിക്കാനുള്ള ടെക്നോളജി ഇല്ല. അപ്പം ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ള കോപ്പറാണ് ബ്രോൺസ് ആയിട്ട് മാറുന്നത്. അത് കട്ടി കൂടിയത് കൊണ്ട് അവർക്കത് പല ഉപയോഗങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ടെക്നോളജിക്കലായിട്ടുള്ളൊരു ഷിഫ്റ്റ് വരുന്ന സമയത്താണ് കൾച്ചർ സിവിലൈസേഷൻ അല്ലെങ്കിൽ നാഗരികതകളായിട്ട് മാറുന്ന അർബനൈസേഷൻ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണയായിട്ട് ആദ്യം കോപ്പറേജും പിന്നീട് നമുക്ക് ബ്രോൺസേജുമാണ് നോർമലി ഉണ്ടാവേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം ഉണ്ടാവുന്നത് ബ്രോൺസേജും രണ്ടാമത് അതിനുശേഷമാണ് ക്രോണോളജിക്കലി നമുക്ക് കോപ്പറേജ് കാണുകയും ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പൻ സിവിലൈസേഷൻ ഉടലെടുത്തത് ഇൻഡസ് റീജിയനിലാണ്. ആ ഇൻഡസ് റീജിയനിലേക്ക് നമ്മളുടെ ബലൂചിസ്ഥാൻ പ്രദേശത്ത് നിന്ന് കടന്നു വന്ന ഒരു ഗ്രൂപ്പാണ് അവിടെ അധിവസിച്ചത്. അത് കാരണമാണ്, അതായത് ഇന്ത്യക്കുള്ളിലുള്ള നിയോലിത്തിക് ഗ്രൂപ്പ് അല്ല ഹാരപ്പ ഉണ്ടാക്കിയത്, മറിച്ച് ഈ ബലൂചിസ്ഥാൻ പ്രദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് മെഹർഗർ എന്ന് പറയുന്ന നിയോലിത്തിക് പ്രദേശത്ത് നിന്നും നമ്മളുടെ ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹാക്ര ബേസിൻ എന്ന് പറയും, അവിടേക്ക് കുടിയേറിയ ഒരു സമൂഹമാണ് BC 3000 നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം അവർ ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ നിയോലിത്തിക് മനുഷ്യർ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. പതിയെ അവർ കോപ്പർ ഏതാനും ചില കമ്മ്യൂണിറ്റീസ് അവർ സ്വീകരിച്ചു. അങ്ങനെ BC 2800 അടുക്കുമ്പോഴാണ് പിൽക്കാലത്താണ് അവർക്ക് കോപ്പറിലേക്ക് അവർ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം കൂടെ നമ്മൾ കാണണം. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യം വരുന്നത് ബ്രോൺസേജ് ആണ്, അതിനുശേഷമാണ് കാൽക്കോലിത്തിക് പീരീഡ് വരിക. ഇനി അതേ സമയത്ത് തന്നെ നിയോലിത്തിക് ഫേസിൽ തന്നെ ജീവിക്കുന്ന മറ്റ് ചില കമ്മ്യൂണിറ്റീസും കൂടെ അതോടൊപ്പം തന്നെ ജീവിക്കുന്നുണ്ട്. നമുക്കിനി മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരു വില കൂടിയ ഐഫോണോ അല്ലെങ്കിൽ വില കൂടിയ ഒരു ആൻഡ്രോയിഡ് ഫോണോ ഉപയോഗിക്കുന്ന, ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ കാണും, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലെ മനുഷ്യർ കാണും. അതേ സമയത്ത് തന്നെ നമ്മോടൊപ്പം തന്നെ നമ്മളെ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ റൂറൽ റീജിയനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും അഡ്വാൻസ്ഡ് അല്ലാത്ത ടെക്നോളജീസ് ഉപയോഗിക്കുന്ന മനുഷ്യരെയും കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരേ കാലഘട്ടത്തിൽ തന്നെ പല ടെക്നോളജീസ് ഉപയോഗിക്കുന്ന സമൂഹങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാലും മതി. അതായത് ഹാരപ്പ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. ഇന്ത്യയുടെ ഉള്ളിലുള്ള, ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നമുക്ക് നിയോലിത്തിക് ഫേസിലും കാൽക്കോലിത്തിക് ഫേസിലുള്ള പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യരെയും കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് കാൽക്കോലിത്തിക് കൾച്ചേഴ്സ് കാണാൻ സാധിക്കുന്നത് ഡെക്കാൻ പ്രദേശത്തും അതുപോലെ തന്നെ ഡെക്കാൻ സെൻട്രൽ ഇന്ത്യ റീജിയണിലുമാണ്. ഇവിടെ അർബനൈസേഷൻ ഒന്നും വരുന്നില്ല, മറിച്ച് റൂറലായിട്ടുള്ള മനുഷ്യരുടെ ഒരു കാലഘട്ടമാണെന്ന് കാണാൻ വേണ്ടി കഴിയും. ഇതിൽ ചില സമൂഹങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടാകുന്ന കാലഘട്ടത്തിലും അവർക്ക് ശേഷവും ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ഏതാനും ചില കാൽക്കോലിത്തിക് കൾച്ചേഴ്സിന് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർ ഇപ്പം ഗണേശ്വർ, ജോധ്പുര കൾച്ചർ പോലെയുള്ള കൾച്ചേഴ്സ് ഹാരപ്പൻ ജനതയ്ക്ക് തങ്ങളുടെ കോപ്പറുകൾ വിറ്റിരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിൽക്കുക എന്ന് പറയുമ്പോൾ എ കൈൻഡ് ഓഫ് ബാർട്ടർ സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് കാൽക്കോലിത്തിക് പീരീഡ് ഇൻ ഇന്ത്യ? എ, യൂസ് ഓഫ് കോപ്പർ ആൻഡ് ലോ ഗ്രേഡ് ബ്രോൺസ്. അർബനൈസേഷൻ റീച്ചിങ് സിമിലർ ലെവൽ ആസ് ഹാരപ്പൻ കൾച്ചർ. സി, ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി. ഡി, പോളിക്രോം പെയിന്റഡ് പോട്ടറി. നമുക്ക് ഈ പോട്ടറിയുടെ കാര്യത്തിൽ രണ്ടും നമുക്കിനി പറയാനുള്ളതാണ്. അത് രണ്ടും ശരിയാണ്. ആദ്യത്തെ നമ്മൾ നോക്കി കോപ്പർ ആൻഡ് ലോ ഗ്രേഡ് ബ്രോൺസും ശരിയാണ്. അർബനൈസേഷൻ എന്ന് പറയുന്ന ഹാരപ്പയാണ്. ഹാരപ്പ എന്ന് പറയുമ്പോൾ അതിനോട് കടപിടിക്കുന്ന രീതിയിൽ കാൽക്കോലിത്തിക് കൾച്ചേഴ്സ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതാണ് ബി എന്ന് പറയുന്നതാണ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്. നമുക്കിനി പോട്ടറിയിലേക്ക് പോകാം. കാൽക്കോലിത്തിക് ഫേസ് ഒക്കെ നമ്മൾ ആദ്യം പഠിക്കുന്നത് പോട്ടറി ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് പോട്ടറിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കുമ്പോഴത്തേക്ക് നിയോലിത്തിക് ഫേസിൽ ഈ ബലൂചിസ്ഥാൻ മെഹർഗർ പ്രദേശത്ത് നിന്നും അല്ലെങ്കിൽ എന്താണ് വെസ്റ്റ് ഏഷ്യൻ പ്രദേശത്ത് നിന്നും വീൽട്രോൺ പോട്ടറി എന്ന് പറയുന്ന ഒരു ടെക്നോളജി പോട്ടറിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തുകയുണ്ടായി. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിയോലിത്തിക് ഫേസിലുള്ള മനുഷ്യർ ഇന്ത്യയിൽ ഓൾറെഡി വീൽട്രോൺ പോട്ടറി അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വീൽട്രോൺ പോട്ടറിയുടെ മുകളിൽ
പെയിന്റ് ചെയ്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കാൽക്കോലിത്തിക് ഫേസിൽ സ്റ്റാർട്ട് ചെയ്തത്. വളരെ വൈറ്റ് ലീനിയർ ഡിസൈൻസ് പലപ്പോഴും നമുക്ക് ഈ പോർട്രികൾ കാണാൻ വേണ്ടി കഴിയും. ഇനി ഒന്നിൽ കൂടുതൽ കളേഴ്സ് ഉള്ള പോർട്രീസ് അത് പെയിന്റ് ചെയ്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറയുന്നത് കറുപ്പും ചുവപ്പും കൂടെ സമന്വയിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു എന്താണ് ഈ പറയുന്ന കളിമൺ പാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഫീച്ചറും കാൽക്കോലിത്തിക് പീരീഡിന്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പോർട്രിയിൽ കാണാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ പെയിന്റുകൾ ഉള്ളത് കൊണ്ട് പോളിക്രോം പെയിന്റഡ് പോർട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പോളിക്രോം പോർട്രി എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ മോണോക്രോം അല്ല, ഒന്നിൽ കൂടുതൽ കളേഴ്സ് ഉണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത ഫെനസ്ട്രേറ്റഡ് പോർട്രിയാണ്. ഫെനസ്ട്രേറ്റഡ് പോർട്രി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സുഷിരങ്ങൾ അല്ലെങ്കിൽ ദ്വാരങ്ങളുള്ള പോർട്രിയാണ് നമ്മൾ ഫെനസ്ട്രേറ്റഡ് പോർട്രി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ ഈ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുന്ന കിണ്ടി, അതുപോലെ തന്നെ നമ്മുടെ അരിപ്പ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ലൈഫ് ഈ നിയോലിത്തിക് ഫേസിൽ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആകാൻ തുടങ്ങി, അവർ കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആകാൻ തുടങ്ങി എന്നുള്ള ഒരു അർത്ഥമാണ് നമുക്ക് കാണാൻ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. സോ ഫെനസ്ട്രേറ്റഡ് പോർട്രി കാൽക്കോലിത്തിക് ഫേസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി പോർട്രിയുടെ ഡിസൈൻസ് എന്തൊക്കെയാണ്? ലീനിയർ ഡിസൈൻസ് ഉണ്ട്, പലപ്പോഴും ബ്ലാക്ക് പിഗ്മെന്റ്സിലാണ് കാണുക. ഇത് കൂടാതെ വൈറ്റ് ലീനിയർ ഡിസൈൻസ് നമുക്ക് ഒക്കേഷണലി കാണാം. ഇനി ഇതിനകത്ത് ചിത്രങ്ങൾ എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, വെജിറ്റേഷൻസ്, അനിമൽസ്, ബേഡ്സ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഇവരുടെ ആ ഒരു പോർട്രിയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് പോർട്രി എന്ന് പറയുന്ന പോർട്രി. ഈ ബ്ലാക്ക് ആൻഡ് റെഡ് പോർട്രി ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് കാണാനും സാധിക്കുന്ന ഒരു പോർട്രിയാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് റെഡ് പോർട്രി എന്ന് പറയുന്നത് നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിൻ്റെ പകുതിയോളം കറുപ്പും പകുതിയോളം ചുവപ്പ് നിറത്തിലുമാണ്. ഈ ഒരു നിറത്തിൻ്റെ ഒരു വ്യത്യാസം വരാൻ കാരണം ഈ ഫർണസിലിട്ട് ഇത് ചുട്ടെടുക്കുകയാണ് നമ്മൾ ഈ പോട്ട്സ് ആയിട്ട് മാറ്റുന്നത്. ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ഈ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഇത് കറുത്ത നിറത്തിലേക്ക് വരും, ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിൽ അത് ചുവപ്പ് നിറത്തിലേക്കും. പിൽക്കാലത്ത് അതൊരു ട്രഡീഷനായിട്ട് മാറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇത് കൂടാതെ രണ്ട് പ്രധാനപ്പെട്ട പോർട്രി കൾച്ചേഴ്സും കൂടിയുണ്ട്. ഓക്രെ കളേർഡ് പോർട്രിയും അതുപോലെ തന്നെ പെയിന്റഡ് ഗ്രേവെയർ പോർട്രി. നമുക്ക് ഈ രണ്ട് കൾച്ചേഴ്സിനെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. പെയിന്റഡ് ഗ്രേവെയർ കൾച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ലേറ്റർ വേദിക് പീരീഡിലെ മനുഷ്യരുടെ ജനപദ കാലഘട്ടത്തിലെ കൾച്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. സോ പെയിന്റഡ് ഗ്രേവെയർ എവിടെയുണ്ടോ അവിടെ ഈ ജനപദാസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ലേറ്റർ വേദിക് കൾച്ചേഴ്സ് ഉള്ളതോ ആയിട്ടുള്ള മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ലേറ്റർ വേദിക് പീരീഡുമായിട്ട് അതിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ കാണുന്നത് പോലത്തെ പോർട്രിയാണ് ഈ ഓക്രെ കളേർഡ് പോർട്രി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാം ഓക്രെ കളേർഡ് ഒരു ചുവന്ന കടും ചുവപ്പിലുള്ള പോർട്രി, അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് പെയിന്റഡ് ഗ്രേവെയർ. പെയിന്റഡ് ഗ്രേവെയർ നോക്കുമ്പോഴത്തേക്ക് ഗ്രേ കളറാണ്, അതിൻ്റെ മുകളിൽ ബ്ലാക്കിൽ നമുക്ക് ഡിസൈൻസ് കാണാൻ വേണ്ടി കഴിയും. കാള പോലെയുള്ള ചിത്രങ്ങളും വെജിറ്റേഷൻസും ലീനിയർ ആയിട്ടുള്ള ഡിസൈൻസും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ഇവരുടെ ഈ പറയുന്ന ഓക്രെ കളേർഡ് പോർട്രിയുടെയും പെയിന്റഡ് ഗ്രേവെയറുടെയും ഒരു ലൈഫിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ഈ പറയുന്ന കൾച്ചേഴ്സിൽ നിന്നും നമുക്ക് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അനിമൽസിന്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് കാറ്റിൽ, അതായത് പശുക്കളെയും കാളകളുടെയും ഒരു തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഫാമിംഗ് അവർ കാര്യമായിട്ട് നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റൈസും ബാർലി കൾട്ടിവേഷൻ നടത്തിയിരുന്നതായിട്ടും അതിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുകയാണ്. ഇനി കോപ്പർ ഹോട്ട്സ് കാര്യമായിട്ടുണ്ട്. അതിൽ കെൽസ്, റിങ്ങുകൾ, ഹാർപൂൺസ്, ആന്ത്രോമോർഫോസ് ആയിട്ടുള്ള ചില രൂപങ്ങൾ, ഒരു പക്ഷേ അത് വിഗ്രഹങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നാവാം. ഡബിൾ ആക്സസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല എക്യുപ്മെൻസും ഈ കോപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന നമുക്ക് തെളിവുകളായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി BC 2600 തൊട്ട് BC 700 വരെയുള്ള കാലഘട്ടത്തിൽ ഇത്തരമുള്ള പല ഗ്രൂപ്പുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു നമുക്ക് കാണാം. നമുക്ക് ഈ OCP എന്ന് പറയുന്ന കൾച്ചേഴ്സ് BC 2800 അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചർ ഗണേശ്വർ ജോധ്പുര കൾച്ചറാണ്. ഈ ഗണേശ്വർ ജോധ്പുര കൾച്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഈ നമ്മളുടെ ഓൾഡ് NCERT ന്യൂ NCERT ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഹാരപ്പൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് കോപ്പർ ആർട്ടിഫാക്ട്സ് സപ്ലൈ ചെയ്തിരുന്ന ഒരു കാൽക്കോലിത്തിക് കൾച്ചറാണ് ഗണേശ്വർ ജോധ്പുര കൾച്ചർ. രാജസ്ഥാനിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഹാരപ്പ
പ്രധാനമായിട്ട് അവർ കോപ്പറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോപ്പർ എടുത്തിരുന്നത്. ഇനി നമുക്ക് അത് ബാക്കി കാര്യങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇനി പെയിന്റഡ് ഗ്രേവെയർ എന്ന് പറയുന്നത് നമ്മളുടെ അയൺ ഏജ് തുടങ്ങുന്ന കാലഘട്ടത്തിലുള്ളതാണെങ്കിൽ കൂടി അത് പ്രധാനമായിട്ട് കോപ്പറാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് കൃത്യമായിട്ട് ലേറ്റർ വേദിക് കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഗംഗ ഗാഗർ ഹാക്ര വാലി റീജിയണിലാണ് പ്രധാനമായിട്ട് PGWന്റെ കൾച്ചേഴ്സിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഗംഗാ വാലിയിൽ നമുക്ക് കാര്യമായിട്ട് ഇത്തരം പെയിന്റഡ് ഗ്രേവെയർ കൾച്ചറുകളുടെ ആർട്ടിഫാക്ട്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഗാഗർ ഹാക്ര എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് രാജസ്ഥാൻ റീജിയനാണ്. ഏതാണ്ട് BC 2600 തൊട്ട് ഏതാണ്ട് BC 600-500 കാലഘട്ടം വരെ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ലേറ്റർ വേദിക് കാലഘട്ടം തന്നെയാണ്. ഈ കാലഘട്ടമാണ് പെയിന്റഡ് ഗ്രേവെയറിന്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ ഫൈനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പോട്ടുകളിൽ ഗ്രേ ആയിട്ടുള്ള പോട്ടറിയാണ്. അതിനകത്ത് ബ്ലാക്കിലുള്ള ജോമെട്രിക് പാറ്റേൺസിലും മറ്റുമുള്ള ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ PGW കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹോഴ്സുകളെയും ഐവറി വർക്കിങ്ങും മറ്റ് അയൺ മെറ്റലർജിയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതെല്ലാം നമുക്ക് ലേറ്റർ വേദിക് പീരീഡിന്റെ ഒരു എവിഡൻസ് ആണ്. കാരണം ആര്യന്മാരാണ് ലോകത്തെല്ലായിടത്തും കുതിരകളെ കൊണ്ടുവരുന്നത്. ആര്യന്മാർ വരുന്നത് സെൻട്രൽ ഏഷ്യൻ പ്രദേശത്തു നിന്നാണ്. ഈ സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു മൃഗമാണ് ഹോഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BC 1200-1000 കാലഘട്ടത്തിനടുത്ത് ഈ PGW കൾച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഹോഴ്സുകളെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ആര്യന്മാരായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇവർ വളരെ സസ്റ്റൈൻഡ് ആയിട്ടുള്ള രീതിയിൽ അയൺ മെറ്റലർജിയും ഉപയോഗിച്ചിരുന്നു. കാര്യമായിട്ട് അവരുടെ അഗ്രികൾച്ചറിനെ ഒന്നും അത് സ്വാധീനിച്ചിരുന്നില്ല. BC 600 മാത്രമാണ് നമുക്ക് അയണ് കാര്യമായിട്ട് അഗ്രികൾച്ചറിനെ സ്വാധീനിക്കാനും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും തുടങ്ങിയത്. അപ്പോൾ ആ കാലഘട്ടം മുതലാണ് നമ്മൾ ചരിത്രത്തിൽ അയണേജ് എന്ന് പറയുന്നത്. ഇവർ അയണ് നേരത്തെ ചെറിയ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി PGW ലെവൽസിലുള്ള ആ ഒരു കൾച്ചേഴ്സിൽ വാറ്റിൽ ആൻഡ് ദോബ് ഹട്ടുകൾ കാണാൻ വേണ്ടി കഴിയും. മഡ് ഹട്ടുകളും കാണാൻ വേണ്ടി കഴിയും. അതായത് പുല്ല് മേഞ്ഞിട്ടുള്ള ഹട്ടുകളും വാറ്റിൽ ഹൗസസും അതുപോലെ കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ടുള്ള കട്ടകൾ അടുക്കി വെച്ചിട്ടുള്ള ചെറിയ ഹട്ടുകളുമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഏതാനും ചില സ്ഥലങ്ങളിൽ ബേക്കഡ് ബ്രിക്സ് ആയിട്ട് ഉള്ള ഹട്ടുകളും മറ്റ് ഹൗസസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഗംഗ യമുന ദോബിൽ അയൺ ഒബ്ജക്ട്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിൽ ഏതൊക്കെ തരത്തിലുള്ള അയൺ ഒബ്ജക്ട്സ് ആണ്? ആരോ ഹെഡ്സ്, സ്പിയർ ഹെഡ്സ്, ബ്ലേഡ്സ്, ഡാഗേഴ്സ്, കാർപ്പൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ അയൺ ഒബ്ജക്ട്സ് ആയിട്ട് ഈ ഗംഗ യമുന ദ്വാബ് പ്രദേശങ്ങളിൽ ആര്യന്മാര് അധിവസിച്ച ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ ജനപദങ്ങളുടെ അവശിഷ്ടങ്ങളിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകളാണ്. ഇത് PGW കൾച്ചേഴ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമുക്കൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഓക്രെ കളേർഡ് പോട്ടറി കൾച്ചർ. ഇറ്റ് ഈസ് ഡേറ്റഡ് ഫ്രം 2800 BC. It supplied copper artifacts to the Harappans. It associated with the use of iron. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗണേശ്വർ ജോപ്ര കൾച്ചർ. മൂന്നാമത്തത് ഇറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ദ യൂസ് ഓഫ് അയൺ എന്ന് പറയുന്നത് നമുക്ക് തെറ്റാണെന്ന് കാണാൻ വേണ്ടി കഴിയും. ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് കോപ്പറാണ്. സോ റൈറ്റ് ആൻസർ 1 and 2 ആണ്. നമുക്ക് BC 500 അല്ലെങ്കിൽ 600 തൊട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അയണേജ് എന്ന് പറയുന്ന ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ദ പെയിന്റഡ് ഗ്രേവെയർ കൾച്ചർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അയൺ മെറ്റലർജി ഇൻ ഇന്ത്യ, വില്ലേജ് ആൻഡ് ടൗൺ സെറ്റിൽമെന്റ്സ് ഇൻ വെസ്റ്റേൺ ഗാംഗറ്റിക് പ്ലെയിൻ, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ഹോഴ്സസ്. ഇത് മൂന്നും ശരിയാണ്. മെറ്റലർജി അവർ കൊണ്ടുവരുന്നുണ്ട് BC 1200 1000-നടുത്ത്. പക്ഷെ അത് കാര്യമായിട്ട് അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ പ്രിഡോമിനൻ്റ്ലി ഒരു കോപ്പർ കൾച്ചർ തന്നെയായിരുന്നു. അപ്പം ഹോഴ്സസിനെ എത്തിച്ചു. അതുപോലെ തന്നെ ഗാംഗറ്റിക് പ്ലെയിൻസിൽ അവർ റൂറലായിട്ടുള്ള കൾച്ചേഴ്സും ഹൗസസും ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ ഇന്ത്യക്കുള്ളിലുള്ള സെൻട്രൽ ഇന്ത്യയിലും ഡെക്കാൻ പ്രദേശത്തുമുള്ള കാൽക്കോലിത്തിക് കൾച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മൊത്തം ഒരു 7 കൾച്ചേഴ്സിനെ കുറിച്ച് പഠിച്ചാൽ മതിയാവും. ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കാൽക്കോലിത്തിക് കൾച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സ്പെഷ്യൽ കേസസ് പഠിച്ചു പോട്ടറി ബേസ് ചെയ്തിട്ട്. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ പാലോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും സെഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇന്ത്യക്കുള്ളിലെ ഒരു കൾച്ചേഴ്സാണ്. ഈ കൾച്ചേഴ്സ് പ്രധാനമായിട്ട് 7 കൾച്ചേഴ്സ് ഉണ്ട്. അഹർ കൾച്ചർ, കയാത്ത കൾച്ചർ, മാൽവ കൾച്ചർ, സാൽവിത കൾച്ചർ, ജോർവെ കൾച്ചർ, പ്രഭാസ് കൾച്ചർ ആൻഡ് റംഗ്പൂർ കൾച്ചർ.
നമുക്ക് ഇതിൻ്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള കൾച്ചർ അഹർ കൾച്ചറാണെന്ന് കാണാൻ വേണ്ടി കഴിയും. BC 2800 തൊട്ട് BC 1500 വരെയുള്ള കാലഘട്ടമാണ് അഹർ കൾച്ചർ. ബാക്കിയുള്ളത് ക്രൊണോളജിക്കലി നമ്മൾ മാറി മാറി വരുന്നു. അതിൽ ഓരോന്നും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസാനിക്കുന്ന കൾച്ചർ കയാത്ത കൾച്ചറാണ്. BC 700 അടുത്താണ്. അതിന് തൊട്ട് മുമ്പ് BC 900 അടുത്ത് ജോർവേ കൾച്ചറും അവസാനിക്കുന്നതായിട്ട് കാണാം. ബാക്കിയുള്ളതൊക്കെ BC 1500 BC 1400 ഒക്കെ അടുത്തിട്ടായിട്ട് ഈ കൾച്ചേഴ്സൊക്കെ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് അതിൻ്റെ ഒരു ക്രൊണോളജിയും കൂടെ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. എന്തായാലും അഹർ കൾച്ചറും കയാത്ത കൾച്ചറും നമ്മൾ അതുപോലെ തന്നെ ജോർവേ കൾച്ചറും ഒക്കെ ഒന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് നമുക്ക് ഏതാണ്ട് ഈ പറയുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു കൾച്ചേഴ്സ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ അതേ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നിയോലിത്തിക് കശ്മീർ പ്രദേശം ഗുഫ്ക്രാള് എന്നൊക്കെ പറയുന്ന ആ ഒരു കൾച്ചറൊക്കെ അതിന് കണ്ടംപററി ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതിന് കണ്ടംപററി ആയിട്ട് തന്നെ ഗണേശ്വർ ജോപ്ര കൾച്ചർ, ഹാരപ്പൻ സിവിലൈസേഷന് ശേഷമാണ് ഇത് വരിക. അഹർ കൾച്ചറും ഒക്കെ അങ്ങനെയാണ് വരിക. ജോർവേ കൾച്ചറുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മഹാരാഷ്ട്രയാണ് പ്രധാനമായിട്ട് വരിക. അഹർ കൾച്ചർ പ്രധാനമായിട്ട് രാജസ്ഥാൻ വരുന്നു. കയാത്ത കൾച്ചർ മധ്യപ്രദേശ്, രാജസ്ഥാൻ, മാൽവ കൾച്ചറും ഒക്കെ അങ്ങനെ വരുന്നു. ഓക്രെ കളേർഡ് പോട്രി എന്ന് പറയുന്നത് ഏതാണ്ട് ഈ പ്രദേശത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചേഴ്സ്. ഇനി നമ്മൾ നോക്കുമ്പോൾ BC 1200 ആണ് നമ്മളുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പെയിന്റഡ് ഗ്രേവെയർ കൾച്ചർ. ഏതാണ്ട് പെയിന്റഡ് ഗ്രേവെയർ കൾച്ചർ എന്ന് പറയുന്ന ഏകദേശം ഇവിടെയും അതുപോലെ തന്നെ ഏകദേശം ഈ ഗംഗ യമുന ദ്വാബിൻ്റെയും ആ ഒരു പ്രദേശത്തായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെയാണ് കൃത്യമായിട്ട് ലേറ്റർ വേദിക് പീരീഡിൽ ആര്യന്മാർ സെറ്റിൽഡ് ആണ്. നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചിത്രം നമുക്ക് NCERT-യിലൊക്കെ കാണാം. നമ്മളത് നോക്കിയിട്ട് പ്രധാനപ്പെട്ട കാൽക്കോലിത്തിക് സൈറ്റുകളുടെ പേരുകളൊന്നും നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇതിൽ മുകളിൽ റോപ്പാറ്, ആലംഗീർപൂർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മുതൽ താഴേക്ക് അരികമേട്, പിക്ലിഹാല്, ബ്രഹ്മഗിരി, മസ്കി ഇങ്ങനെയൊക്കെയുള്ള ഇനംഗാവോൻ 2024 നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ കൾച്ചേഴ്സിനെ കുറിച്ചും ബ്രീഫായിട്ട് നോക്കാം. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് നോക്കി വെക്കാം. അഹർ ബനസ് കൾച്ചർ. നമ്മൾ അഹർ ബനസ് കൾച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രാജസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടാണുള്ളത്. രാജസ്ഥാനിലെ മേവാർ പ്രദേശമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ വളരെ റിച്ച് ആയിട്ടുള്ള മിനറൽസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ അഹർ ബനസ് കൾച്ചറിൽ നിന്നും നമുക്ക് ഹാരപ്പൻ സിറ്റികളിലേക്ക് ഇവർ കോപ്പർ സപ്ലൈ ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ബലാത്തൽ, ഗിലുണ്ട്, ഒജിയാന, പച്ചംറ്റ തുടങ്ങുന്ന പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകളാണ്. ഇവിടുത്തെ ഫീച്ചേഴ്സ് മഡ് ബ്രിക്ക് ഹൗസുകളും അതുപോലെ തന്നെ 8ഓളം പോട്ടറികൾ, 8 തരത്തിലുള്ള പോട്ടറീസും അതുപോലെ തന്നെ ഇൻവെർട്ടഡ് ഫയർ ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബീഡ്സ് ആണ് പ്രധാനമായിട്ട് അവർ ഓർണമെന്റ്സ് ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. മുത്തും മാലയൊക്കെ അവർക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറും കൂടിയുണ്ട്. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള എൻക്ലോഷേഴ്സ് ഇവരുടെ സെറ്റിൽമെന്റിന് ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കോപ്പർ ഏജിൽ വളരെ റെയർ ആണ്. അതിൽ ഒരു ഫീച്ചറാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇവരെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് വീറ്റ്, ബാർലി, മില്ലറ്റ്, ബജ്ര, ജോവാർ തുടങ്ങുന്ന ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന നോർമലായിട്ടുള്ള കൾട്ടിവേഷൻസ് ഒക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ക്രോപ്സ് തന്നെയാണ്. ഇനി ഇവർ നിയോലിത്തിക് ഫേസിൻ്റെ സ്റ്റോണേജിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കൾച്ചറൽ ട്രേറ്റ്സ് ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇവർ ഒരേ സമയത്ത് തന്നെ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർ വൈൽഡ് ആനിമൽസിനെ ഹണ്ട് ചെയ്തിരുന്നു എന്ന് കാണാം. അപ്പോൾ ഈ ഹണ്ടർ ഗാദർ ആ ഒരു കൾച്ചർ അവർ നോർമലായിട്ട് അവർ കണ്ടിന്യൂ ചെയ്തിരുന്നു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ബുൾ ഫിഗറിൻ കിട്ടി എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന കൾച്ചേഴ്സിൽ കോപ്പറിൻ്റെ ഈ ഒരു ബുൾ ഫിഗർ കിട്ടുന്നത് നമുക്ക് ഈ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണേൽ പറയാം. കാരണം പിൽക്കാലത്ത് നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനിൽ ഇതുപോലെയുള്ള ഒരുപാട് ഫിഗറിൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ടോയ്സ് ആയിട്ട് ഉപയോഗിക്കാനോ അല്ലെ വിഗ്രഹങ്ങളായിട്ട് ഉപയോഗിക്കാനോ ഒക്കെ ആയിരിക്കും ഇവ ഉപയോഗിച്ചിരിക്കുക. ഏതായാലും അഹർ ഫേസിലാണ് ഇത് പ്രധാനമായിട്ട് ഈ ബുൾ ഫിഗറിൻസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതൊരു ഫാക്റ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്രി നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു ഫീച്ചറാണ്. അടുത്തത് കയാത്ത കൾച്ചറാണ്. കയാത്ത കൾച്ചർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിൻ ഡിസ്ട്രിക്റ്റിലെ
കയാത്ത എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു കൾച്ചറാണ്. ഇവിടെയാണ് ആദ്യമായിട്ട് ഈ ആർക്കിയോളജിക്കൽ സൈറ്റ് കണ്ടെത്തുന്നത്. സോ ഒരു കൾച്ചറിൻ്റെ ആദ്യം കണ്ടെത്തിയ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ പേരായിരിക്കും എൻറ്റയർ കൾച്ചറിന് അവർ നെയിമിങ്ങിൽ കൊടുക്കുക. ഇതൊരു ആർക്കിയോളജിയുടെ ഒരു പൊതു രീതിയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനിലെ ആദ്യത്തെ കൾച്ചർ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ആദ്യം കാണുന്നത് ഹാരപ്പയാണ്. സോ ഹാരപ്പയുടെ പേര് മൊത്തമായിട്ട് അവർക്ക് കിട്ടി എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചമ്പൽ റിവറിൻ്റെ ട്രിബ്യൂട്ടീസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ സെറ്റിൽമെൻറ്റ്സ് കാര്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ പുരാതനമായിട്ടുള്ള പേര് നമുക്ക് പുരാതനമായിട്ടുള്ള നമ്മളുടെ ഡോക്യുമെൻസിലൊക്കെ കാണുന്നത് കപിതക എന്നാണ്. ഈ കപിതക എന്ന് പറയുന്നത് AD 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വരാഹമിഹിര എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ ആസ്ട്രോണമറിൻ്റെ ഒരു പേരാണ്. നമ്മളുടെ 5-ാം നൂറ്റാണ്ട് അടുത്ത കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വരാഹമിഹിര ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. സോ ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ആ ഒരു പേര് നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് പോട്ടറിയിലേക്ക് പോകാം. പോട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് ഷോർട്ട് നെക്കഡ് ആയിട്ടുള്ള ഒരു ഹൈ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ നിർമ്മിച്ചിരുന്നത്. സ്റ്റോറേജ് ജാറുകളും അതുപോലെ തന്നെ മറ്റ് ബേസിൻസും ഒക്കെ അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ ഫീച്ചറാണ്. ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്ലിപ്പിഡ് വെയർ ഇവരുടെ പ്രത്യേകതയാണ്. ചോക്ലേറ്റ് കളറിലുള്ള ഒരു സ്ലിപ്പിഡ് വെയർ ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇവിടെ പ്രീ ഹാരപ്പൻ സിറ്റികളിൽ ഉണ്ടായിരുന്ന പോട്ടറികളുടെ ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഈ കയാത്ത കൾച്ചറിന്റെ പോട്ടറിക്ക് ഉണ്ടായിരുന്നു എന്ന് കാണാം. ഒരു പക്ഷേ നിയോലിത്തിക് ഫേസിലുള്ള പോട്ടറി ആയിരിക്കാം. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല. ഇനി റെഡ് വെയർ പോട്ടറി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. മൈക്രോലിത്സ് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. നമുക്ക് മൈക്രോലിത്ത് എപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് മിസോലിത്തിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇവിടെ ഒരു കാൽക്കോലിത്തിക് ഫേസിലെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ മൈക്രോലിത്ത് കാണുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 60% വരുന്ന പോട്ടറിയും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള റെഡ് ആൻഡ് ഗ്രേ വെയർ ആണ്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. സാധാരണ ഈ ഫേസിലുള്ള മിക്കവാറും എല്ലാ കൾച്ചേഴ്സും പോട്ടറി ഉണ്ടാക്കിയിരിക്കുന്നത് വീൽ ത്രോൺ ആയിട്ടാണ്. ഇങ്ങനെ വീല് കറക്കി അതിൻ്റെ മുകളിൽ ചെളി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ്. ഇവിടെ ഹാൻഡ് മെയ്ഡ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ടാച്ച്ഡ് ആയിട്ടുള്ള റൂഫും അതുപോലെ തന്നെ വെൽ കോമ്പാക്റ്റഡ് ഫ്ലോർസും വാറ്റിൽ ദ്വാബ് വോൾസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതായത് പുല്ല് മേഞ്ഞുണ്ടാക്കുന്ന പൊതുവായിട്ടുള്ള ഹട്ടുകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഇവർക്കൊരു മിക്സ്ഡ് ഇക്കോണമിയാണ് ഉണ്ടായിരുന്നത്. ഇവർ ചെറിയ രീതിയിൽ ഫാമിംഗ് നടത്തിയിരുന്നു. അതേ സമയത്ത് തന്നെ അവർ ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങും ഹണ്ടിങ്ങും നടത്തിയിരുന്നു. അതായത് ഫിഷിങ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഹണ്ടിങ് എന്ന് പറയുന്ന കാര്യങ്ങളും ഗ്യാതറിങ് എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കാതെ എന്നാൽ അവർ മൃഗങ്ങളെ പക്ഷികളെയൊക്കെ വളർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്രോപ്സ് ബാർലിയും വീറ്റുമാണ്. ഏറ്റവും പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്ന അല്ലെങ്കിൽ വളർത്തിയിരുന്ന മൃഗങ്ങൾ ഗോട്ട്, ഷീപ്പ്, കാറ്റിൽ തുടങ്ങുന്നവയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ഹോഴ്സിൻ്റെ റിമെയിൻസ് ഇവർ കാൽക്കോലിത്തിക് ലെവലിൽ കണ്ടെത്തുന്നത് വളരെയധികം റയറാണ്. അപ്പോൾ നമ്മൾ ഈ PGW കൾച്ചർ ഒഴിച്ചിട്ട് ബാക്കിയുള്ളിടത്ത് കാൽക്കോലിത്തിക് ഫേസിലൊന്നും നമുക്ക് ഹോഴ്സിൻ്റെ റിമെയിൻസ് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ കയാത്ത കൾച്ചറിൽ നമുക്ക് ഹോഴ്സിൻ്റെ റിമെയിൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ടൂൾസ് ആൻഡ് ഓർണമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ കോപ്പറിലും സ്റ്റോൺ ടൂൾസിലുമുള്ള പല വെപ്പൺസ് അവർ ഉപയോഗിച്ചിരുന്നു. ബാക്കിയുള്ളത് സെമി പ്രിഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ള ബീഡ്സും മറ്റ് ഓർണമെൻറ്റ്സും അവർ നിർമ്മിച്ചിരുന്നു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ്, ഇത് എർത്ത്ക്വേക്ക് കാരണമാണ് അസ്തമിച്ചത് എന്നുള്ള ഒരു വിശ്വാസമാണ്. കയാത്ത കൾച്ചർ ഏതാണ്ട് ഒരു BC 700 അത് തകരാൻ കാരണം ഒരു ഭൂമിയുലുക്കമാണ് എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കയാത്ത കൾച്ചർ. ദ ഡിസ്കവറി ഓഫ് ഹോഴ്സ് റിമെയിൻസ് അറ്റ് ഇറ്റ്സ് കാൽക്കോലിത്തിക് ലെവൽ. റൈറ്റ് ആൻസർ ആണ്. ദ ചോക്ലേറ്റ് സ്ലിപ്പിഡ് പോട്ടറി അതൊരു ഫീച്ചറാണ്. യെസ്. അപ്പോൾ റൈറ്റ് ആൻസർ C ആണ്. അപ്പം രണ്ടും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് മൈക്രോലിത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി മാൽവ കൾച്ചർ. മാൽവ കൾച്ചർ എന്ന് പറയുന്നത് സെൻട്രൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കൾച്ചറാണ്. മാൽവ റീജിയനിലാണ് പ്രധാനമായിട്ടുള്ളത്. BC 1900-നും BC 1500-നും ഇടയിലാണ് ഇവരുടെ കൾച്ചർ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില സൈറ്റുകൾ മഹേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഈ നർമ്മദ നദിയുടെ തീരങ്ങളിലാണ് പ്രധാനമായിട്ട് കാണുന്നത്. പുരാതന കാലത്ത് മഹിഷ്മതി എന്ന് പറയുന്ന വലിയൊരു രാജ്യമുണ്ടായിരുന്നു. അത് നിലനിന്നത് ഈ പറയുന്ന മാൽവ കൾച്ചർ ഉണ്ടായിരുന്നിടത്താണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, നർമ്മദ റിവറിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെ തീരങ്ങളിലും
ഈ മാൽവ കൾച്ചറിന്റെ സൈറ്റുകൾ സെറ്റിൽമെന്റ്സും ഒക്കെ കാണാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റുകൾ നവദത്തോലി, നാഗഡ, കയാത്ത, ഇറാൻ തുടങ്ങുന്നവയാണ്. ഇതിൽ നവദത്തോലി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവര് ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയ അവോയ്ഡ് ചെയ്തിട്ടാണ് അവരുടെ സെറ്റിൽമെന്റ്സ് സ്ഥാപിച്ചിരുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അവിടെ നിന്നും അവിടെ വീട് വെക്കാതെ മറ്റൊരു സ്ഥലമാണ് അവർ പലപ്പോഴും നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ അവർക്ക് റിവറിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ചെയ്യണം. അവർക്ക് ആവശ്യമുള്ള വാട്ടറിൻ്റെ ഒരു അവൈലബിലിറ്റിയും വേണം. ഇനി അതേപോലെ തന്നെ ഈ ഹൗസുകൾ കൃത്യമായിട്ട് റോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരുന്നു. അത് റോഡുകളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രീറ്റ്സിനോട് ചേർന്ന് തന്നെയാണ്. ഇനി ഒരു മഡ് റാംപാർട്ട്, അതായത് അവരുടെ സെറ്റിൽമെന്റ്സിന് ചുറ്റും ഈ കളിമണ്ണ് വെച്ച് ഉയർത്തിയിട്ടുള്ള വലിയ മതിലുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നാഗഡ എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഈ നവദത്തോലി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് റൗണ്ട് ഹട്ടുകളും റെക്ടാങ്കുലർ ഹൗസസും കാണാൻ വേണ്ടി കഴിയും. ഇവിടെ മൾട്ടി റൂംഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ പണിതിരിക്കുന്നത്. ടാച്ച്ഡ് റൂഫ്സ് ആണുള്ളത്. ഇനി ഇതിന്റെ പോട്രി എന്ന് പറയുന്നത് മാൽവ വെയർ, ക്രീം സിൽപ്പ് വെയർ, റെഡ് അല്ലെങ്കിൽ ഗ്രേ വെയർ തുടങ്ങുന്നവയാണ്. ഇനി നമുക്ക് ഈ ഒരു കൾച്ചറിന്റെ എക്സ്റ്റൻഷൻ മഹാരാഷ്ട്രയിൽ കാണാം. താപി, ഗോദാവരി, ഭീമ തുടങ്ങുന്ന താഴ്വാരങ്ങളിൽ നമുക്ക് ഇവയുടെ സൈറ്റുകൾ കാണാൻ വേണ്ടി കഴിയും. അത് മഹാരാഷ്ട്രയിൽ. ഇനി ഇവിടെ റിലീജിയനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടെറാക്കോട്ട ഫീമെയിൽ ഫിഗറിൻസ് കാര്യമായിട്ടുണ്ട്. നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനിൽ ടെറാക്കോട്ട ഫീമെയിൽ ഫിഗറിൻസ്, മദർ ഗോഡസും കാണാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫീച്ചറാണ്. ടെറാക്കോട്ട ബുൾ ഫിഗറിൻസ്, അതുപോലെ തന്നെ പെയിന്റഡ് മെയിൽ ഫിഗറിൻസ്, ഇതൊക്കെ നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷന് ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലുള്ള കണ്ടെത്തലുകളാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. ഇനി ഫയർ വർഷിപ്പിന്റെ ചില തെളിവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഫയർ ഓൾട്ടർ എന്ന് കാണാൻ വേണ്ടി കഴിയുന്ന ഏതാനും ചില തെളിവുകളും അവിടെ ഈ മാൽവ കൾച്ചർ അസ്തമിക്കാൻ കാരണം ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചിന്റെ ഭാഗമാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് അത് അസ്തമിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാൽവ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ റീസൺ അട്രിബ്യൂട്ടഡ് ടു ദ ഡിക്ലൈൻ ഓഫ് മാൽവ കൾച്ചർ? എർത്ത്ക്വേക്ക്, ക്ലൈമറ്റ് ഡിറ്റോറിയേറ്റ്. ഓപ്ഷൻ എ എർത്ത്ക്വേക്ക്, ബി ക്ലൈമറ്റ് ഡിറ്റോറിയേഷൻ, സി ഇൻവേഷൻ ബൈ അനദർ കൾച്ചർ, ഡി ഡിപ്ലഷൻ ഓഫ് കോപ്പർ റിസോഴ്സസ്. റൈറ്റ് ആൻസർ ക്ലൈമറ്റ് ആണ്. ഇനി ജോർവേ കൾച്ചർ നമുക്ക് നോക്കാം. നമുക്ക് മഹാരാഷ്ട്ര കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേറ്റിക് കൾച്ചറാണിത്. നമുക്ക് കോസ്റ്റൽ സ്ട്രിപ്പിലും അതുപോലെ തന്നെ വിദർഭ റീജിയണും ഒഴികെയുള്ള മഹാരാഷ്ട്രയുടെ പ്രദേശങ്ങളിലൊക്കെ ഈ ജോർവേ കൾച്ചറിന്റെ വിവിധ സൈറ്റുകൾ കാണാൻ വേണ്ടി കഴിയും. അഷ്മുഖ് ദിർജാലാൽ സംഘാലിയ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ആർക്കിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ 1950-51 കാലഘട്ടത്തിലാണ് ജോർവേ കൾച്ചർ കണ്ടെത്തുന്നത്. ശാന്താറാം ബൽചന്ദ്ര ദേവ് എന്ന് പറയുന്ന മറ്റൊരു ആർക്കിയോളജിസ്റ്റും പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു. നമുക്ക് പ്രധാനമായിട്ട് ഈ ഗുജറാത്തിലെ അഹമ്മദ് നഗർ ഡിസ്ട്രിക്റ്റിലുള്ള ജോർവേ പ്രദേശത്താണ് ഈ കൾച്ചറിന്റെ ഒരു സൈറ്റ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ കൾച്ചറിന് ഈ പേര് കിട്ടുന്നത് ഈ ജോർവേ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള റീജിയൻ താപ്പി വാലിയാണ്. താപ്പി റിവറിന്റെ താഴ്വാരം, പ്രകാശ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഗോദാവരി പ്രവര നദികളുടെ താഴ്വാരമായിട്ടുള്ള ദൈമാബാദ് റീജിയൻ, ഭീമ നദിയുടെ തീരത്തുള്ള ഇനംകാവോൻ പ്രദേശം. ഇതിൽ ഇനംകാവോൻ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമുക്ക് NCERT-യിലൊക്കെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രകാശ് റീജിയൻ എന്ന് പറയുന്നത് താപ്പി വാലി റീജിയനാണ്. നമ്മളുടെ കോട്ടൺ കൾട്ടിവേഷന് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഹൈ ഫെർട്ടിലിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇനംകാവോനിൽ വലിയ ഗ്രാനറീസും മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലൈഫ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനംകാവോനിലും ദൈമാബാദിലും നമുക്ക് ജോർവേ സൈറ്റുകളുടെ വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഹണ്ടിങ്ങും ഫിഷിങ്ങും കൂടാതെ ലൈവ്ഹുഡിന് നമുക്ക് വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന ഈ അനിമൽസിനെയൊക്കെ വളർത്തിയതായിട്ട് കാണാം. ക്രോപ്പ് റൊട്ടേഷൻ ഇവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഓരോരോ ക്രോപ്പും മാറി 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 കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ്. ബാർലി, വീറ്റ്, ജോവാർ, റൈസ്, പൾസസ്, അത് ഓരോന്നും ഓരോ പ്രത്യേകപ്പെട്ട സീസൺസ് അനുസരിച്ച് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരുന്നു ഒരേ സ്ഥലത്ത് തന്നെ. ഇനി പോട്ടറി എന്ന് പറയുന്നത് പൊതുവായിട്ട് പെയിന്റഡ് പോട്ടറിയാണ്. വീൽ മെയ്ഡ് ആയിട്ടുള്ള വെൽ ഫയർഡ് ആയിട്ടുള്ള പോട്ടറിയാണ്. ഈ ജാറും അതുപോലെ തന്നെ ബൗൾസും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റെഡ് പോട്ടറി എന്ന് പറയുന്നത് പൊതുവായിട്ട് നമുക്ക് കാണാം മാറ്റ് സർഫസ് ബിയറിംഗ് ആയിട്ടുള്ള
ബ്ലാക്ക് പോട്രീസും ബ്ലാക്ക് പെയിൻറ്റഡ് ആയിട്ടുള്ള പോട്രീസും ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇനി ബെറിയൽ പ്രാക്ടീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. നമ്മുടെ NCERT-ലും കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ബെറിയൽ പ്രാക്ടീസിൽ ഇനംഗാവോൻ എന്ന് പറയുന്ന ആ ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. 2024 പ്രിലിംസിന്റെ ചോദ്യത്തിൽ നമുക്ക് ഇനംഗാവോനെ കുറിച്ച് ഒരു മാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചൈൽഡ് ബെറിയൽസ്, കുഞ്ഞുങ്ങളെ അടക്കുന്നത് ഏൺസിലാണ്, അതായത് ചെറിയ കുടങ്ങളിലാക്കിയാണ് മരിച്ചുപോയ കൊച്ചു കുഞ്ഞുങ്ങളെ അവർ അടക്കിയിരുന്നത്. ഇവിടെ ആംഗിൾസിന് താഴെയുള്ള ഭാഗങ്ങൾ അവിടെ റിമൂവ് ചെയ്തിരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇനി അഡൾട്ടായിട്ടുള്ള ആൾക്കാർ ഒരു 4 ലെഗ്ഡ് ആയിട്ടുള്ള ഏൺ ബെറിയലിൽ അടക്കിയിരിക്കുന്നതായിട്ട് കാണാം. അതായത് ഒരു വലിയ കുടം, നമ്മുടെ നനങ്ങാടി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, അതുപോലെ വലിയൊരു കുടം, അതിന് 4 ലെഗ്സ് ഉണ്ട്. അതിനുള്ളിൽ ഈ ക്രോസ് ലെഗ്ഡ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ അഡൾട്ട്സിനെ അടക്കിയിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് അതുപോലെ തന്നെ ടെറാക്കോട്ട ഫിഗറിൻസും മറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ശവടക്കമായിട്ട് ബന്ധപ്പെട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളുടെ ഭാഗമാണെന്ന് കാണുന്നുണ്ട്. ഇവരുടെ സെറ്റിൽമെന്റ്സിന് നടുക്ക് ഗ്രാനറിയും അതിൽ പ്രധാനപ്പെട്ട ഒരു വീടും ഒക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഇവരുടെ ട്രൈബൽ ചീഫിൻ്റെ ഒരു വീടായിരിക്കാം. അപ്പോൾ ഈ വീടിനുള്ളിൽ ഒത്ത നടുക്കൊക്കെ ചില ഏൺസ് ആയിട്ടുള്ള ഈ 4 ലെഗ്ഡ് ആയിട്ടുള്ള ഒരു ജാറിൽ ഇങ്ങനെ ഒരാളെ അടക്കിയിരിക്കുന്നതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സിവിലൈസേഷനും അവസാനിക്കാൻ കാരണം ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഡിറ്ററിയോറേഷൻസ് ആണ്. സോ വിച്ച് കൾച്ചർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് ഇനംഗാവോൻ? കയാത്ത, മാൽവ, ജോർവേ ആൻഡ് അഹർ. റൈറ്റ് ആൻസർ സി ആണ്. ജോർവേ കൾച്ചറാണ്, മഹാരാഷ്ട്രയായിട്ട് ബന്ധപ്പെട്ടാണ്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യൻ വില്ലേജസ് ഇൻ ഇന്ത്യ, അതാണ് ഇനംഗാവോൻ. ഇനി സവൽദ കൾച്ചറാണ്. നർമ്മദ നദിയുടെ താഴ്വാരം പ്രദേശങ്ങളിലാണ് BC 2000-നടുത്ത് അത് എമർജ് ചെയ്യുന്നത്. BC 1500-നടുത്ത് അത് അവസാനിക്കുകയും ചെയ്തു. ബ്ലാക്ക് ആൻഡ് റെഡ് പെയിന്റഡ് പോട്ടറി, കോപ്പർ ടൂൾസ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് സവൽദ കൾച്ചറുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സൈറ്റ് മഹാരാഷ്ട്രയിലെ ധൂലെ ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇനി പ്രഭാസ് രംഗ്പൂർ കൾച്ചറുണ്ട്. സൗരാഷ്ട്ര റീജിയൻ, അതായത് ഗുജറാത്തിൻ്റെ ആ ഒരു പ്രദേശങ്ങളാണ്. BC 2000 തൊട്ട് BC 1700 കാലഘട്ടം വരെയാണ് പ്രഭാസ് രംഗ്പൂർ കൾച്ചർ ഉണ്ടായിരുന്നത്. നമുക്ക് ഹാരപ്പൻ കൾച്ചറിൻ്റെ ആദ്യത്തെ ഫേസിൽ അതിൽ നിന്ന് ചിന്നി മാറിയ ഒരു ഗ്രൂപ്പാണ് പിൽക്കാലത്ത് ഈ പ്രഭാസ് രംഗ്പൂർ കൾച്ചറിന് തുടക്കമിട്ടത് എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ റെഡ് വെയർ പോട്ടറി കാണാം, കോപ്പർ ഒബ്ജക്ട്സും സെമി പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ ബീഡ്സും ഏതാണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു രീതിയിലുള്ള ജീവിതശൈലിയൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഇവയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് കൂടാതെ റെഡ് വെയർ പോട്ടറി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൾച്ചേഴ്സ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറി? A. മാൽവ കൾച്ചർ, B. ജോർവേ കൾച്ചർ, C. കയാത്ത കൾച്ചർ, D. അഹർ കൾച്ചർ. റൈറ്റ് ആൻസർ അഹർ കൾച്ചർ ആണ്. Consider the following statements regarding the Malwa culture. It flourished between 1900 to 1400 BC. Its key sites include Navatholi and Nagra. It was open for its cream slipware pottery. നമുക്ക് ഇതിൻ്റെ റൈറ്റ് ആൻസർ D ആണ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മാൽവ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണെന്ന് കാണാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കാൽക്കോളിത്തിക് കൾച്ചർ വാസ് പ്രൈമർലി ലൊക്കേറ്റഡ് ഇൻ ബനസ് വാലി ഇൻ സൗത്ത് ഈസ്റ്റ് രാജസ്ഥാൻ? A. Kayata region, B. Malwa region, C. Ahar culture, D. Jorwe culture. റൈറ്റ് ആൻസർ അഹർ കൾച്ചറാണ്. അഹർ കൾച്ചറാണ് സൗത്ത് ഈസ്റ്റേൺ രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ജോർവേ കൾച്ചർ ഈസ് കറക്റ്റ്? ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടീസ് ഡ്രൈ ഫാർമിംഗ്. ഇറ്റ് ഡിഡ് നോട്ട് എൻഗേജ് ഇൻ ക്രോപ്പ് റൊട്ടേഷൻ. സി. ഇറ്റ്സ് പെയിന്റഡ് പോട്ടറി വാസ് നോട്ട് വീൽ മെയ്ഡ്. ഡി. ഇറ്റ് ഈസ് നോൺ ഫോർ റെഡ് പോട്ടറി വിത്ത് ബ്ലാക്ക് പെയിന്റിങ്സ്. നമുക്ക് കറക്റ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് റൈറ്റ് ആൻസർ ഇറ്റ് ഈസ് നോൺ ഫോർ റെഡ് പോട്ടറി ആൻഡ് ബ്ലാക്ക് പെയിൻറ്റിങ്സ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് കാൽക്കുലേറ്റീവ് കേസുമായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.